സന്നിധി തന്നിൽ നായക എന്നും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുന്നിലായിരിക്കും തന്ന ഈ വൻ കൃപയോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കിന്ന് ചിന്തിക്കുവാനുള്ളത് ഇരുട്ടിൽ ഒരു വെളിച്ചം പ്രകാശിക്കുന്നു എന്ന ചിന്തയോടുകൂടിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. കേട്ട വാചനം നിങ്ങൾക്കേവർക്കും സുപരിചിതമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുണ്ട്. അതിൽ 4-ാമത്തെ സഭയാണ് തുയത്തര സഭ. ആ സഭയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നല്ല ആത്മീയരായിരുന്നു, നല്ല സഹനസഹിഷ്ണു ഉള്ളവരായിരുന്നു. എല്ലാ രീതിയിലും നല്ല രീതിയിലാണെങ്കിലും ദൈവം നോക്കുമ്പോൾ അവർക്ക് ഒരു കുറവ് അവിടെ കാണുവാൻ കഴിയുന്നു. അത് അവർ വിഗ്രഹാരാധനയിൽ കൂടി കടന്നു പോകുന്നവരെയും മറ്റൊന്ന് അവിടെ ഇസബെല്ലയുടെ പ്രവാചകന്മാരെ കയറ്റുകയും ചെയ്തെന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം ശക്തമായ ഒരു ഇടപെടൽ ആ സഭയോട് ചേർക്കുകയും അവർക്ക് ശക്തമായ താക്കീത് കൊടുക്കുകയും ചെയ്ത് നിങ്ങൾ ദൈവഭാഗത്തിലേക്ക് കടന്നു വരികയും വേണമെന്ന് അവർക്കൊരു മാനസാന്തരത്തിന് വീണ്ടും സമയം കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കണേ, ഇരുട്ടിൽ വെളിച്ചം എന്ന ചിന്തിക്കുമ്പോൾ അവിടെ അവർ ആത്മീയരായി ഇരുട്ടിലായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ വലിയ ഒരു വെളിച്ചം അവർക്ക് പകർന്നു കൊടുത്ത്. അതേപോലെ തന്നെയാണ് നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ നമുക്ക് ഒരു അന്ധകാര യുഗത്തെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് അറിയാൻ പറ്റും. 1260 ദിവസക്കാലമാണെന്ന് അതിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഈ അന്ധകാര യുഗങ്ങളിൽ ഒക്കെയും ദൈവത്തിൻ്റെ വചനം പഠിക്കാനോ കൊണ്ടു നടക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെയും ദൈവവചനം കൊണ്ട് നടക്കുന്നവരൊക്കെയും കൊന്നുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യം കൊന്നുകൊണ്ടിരുന്ന ഒരു കാലം കൂടിയായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നോട്ട് അവർ സംഘടിച്ച് വരികയും അവർ അതിൽ കൂടി ജനങ്ങൾക്ക് രഹസ്യമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ അവർ മുന്നോട്ട് വന്നു. അതിൽ പ്രകാരം അനേക പേർ മരണത്തെ തന്നെ കീഴടങ്ങിയെങ്കിലും അവർ ആ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല. ആ അന്ധകാരത്തിൽ കിടന്ന ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനമെന്ന വെളിച്ചം പകർന്നു കൊടുക്കാൻ ഒരു കൂട്ടം ജനങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ജീവിതങ്ങൾ ആ അന്ധകാരത്തിലും പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളും അപ്രകാരമായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൽ നമ്മൾ കേട്ടതായ വചനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾക്കൊക്കെ ഒരു വലിയ വെളിച്ചമായി മാറും. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മളെ അറിഞ്ഞതായ ദൈവത്തെ നമ്മൾ അവരോടുകൂടി സാക്ഷീകരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി അവർ ഒരു പുതുക്കം പ്രാപിച്ച ഓരോ വ്യക്തികളായി മാറുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. ഒരു വാക്യം നമുക്ക് ഇപ്രകാരം വായിച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവർ ആകും. നമ്മളും ജീവൻ്റെ വെളിച്ചമുള്ളവരായിരിക്കണം. ഏത് ജീവൻ്റെ വെളിച്ചം? കർത്താവായ യേശു എന്ന ആ ജീവൻ്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും നടക്കേണ്ടിയിരിക്കുന്നു. അതിന് അവൻ്റെ വെളിച്ചമാകുന്ന വചനത്തിൽ കീഴിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കാം. നമുക്ക് പകർന്നിരിക്കുന്ന ആ വെളിച്ചം മറ്റുള്ളവർ കൂടി പകർന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപത്തിൽ ആയിരിക്കുന്ന ഈ അന്ധകാരത്തിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്കൊരു പുതുയുഗത്തിലേക്കും പുതിയ വെളിച്ചത്തിലേക്കും എത്തിക്കാൻ ഈ വാക്യങ്ങൾ നമ്മളെ ഉപയോഗിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളെ ആദിവാസം ചെയ്യുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിൽ കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതായ ഈ വചനം ദൈവമേ ഞങ്ങൾക്കൊരു പുതിയ വെളിച്ചമായി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വരുംകാല ജീവിതങ്ങൾക്ക് അവിടെ നിന്ന് മാതൃകയായി ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ വെളിച്ചത്തിൽ കൂടി നടക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് വെളിച്ചമാക്കണം. ദൈവമേ, ഈ പാപത്തിൽ അന്ധകാരത്തിലിരിക്കുന്ന ഓരോ വ്യക്തികളും അവിടുത്തെ വചനത്തിൻ്റെ പ്രകാശത്തിലാക്കുവാൻ ദൈവമേ ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം. ഒന്നുകൂടി കർത്താവേ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.